ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചാർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴൊക്കെ ഒരു അച്ചാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ഇന്ന് ഞാൻ വെള്ള കാന്താരി മുളക് കൊണ്ട് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. കടായിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറുണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണയാണല്ലോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നല്ലപോലെ കഴുകി വെള്ളമെല്ലാം ഉപ്പിയെടുത്ത കാന്താരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരിയുടെ ആ തണ്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ആ എണ്ണയിൽ കാന്താരി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കാന്താരി മുളക് വഴറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കുരു അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ പൊട്ടി ഇതുപോലെ തെറിച്ച് വരും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നിന്നിട്ട് വേണം ഈ കാന്താരി ഇതുപോലെ വഴറ്റിയെടുക്കാൻ. ഏകദേശം ഒരു 4-5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വഴറ്റി കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ ആ അധികമായിട്ടുള്ള ആ എരിവെല്ലാം ഒന്ന് കുറഞ്ഞ് കിട്ടും. അതിനാണ് നമ്മൾ ആദ്യം എണ്ണയിൽ വഴറ്റുന്നത്. അപ്പോൾ ഇതുപോലെ കാന്താരി വഴറ്റി എടുത്ത ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ഇളക്കി നമുക്കത് വഴറ്റി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് പച്ച കളറുള്ള കാന്താരി ഉണ്ട്, അതുപോലെ പച്ചമുളകും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് അച്ചാറിട്ട് കുറേ സമയം നമുക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ കാന്താരി എല്ലാം ഞാനിവിടെ വഴറ്റി കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ വഴറ്റാൻ കുറച്ചുകൂടെ എണ്ണ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണും കൂടെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 15 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതുകൊണ്ട് ഇതിൽ ചേർക്കുന്ന ചേരുവകളെല്ലാം നല്ല പോലെ എണ്ണയിൽ വഴറ്റി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്തതുകൊണ്ട് അത് 2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ ആ പച്ച ചുവയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ആ എണ്ണയിൽ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടിയൊക്കെ വഴന്ന് നല്ലൊരു സ്മെല്ല് വരും. അത് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ നന്നായിട്ടത് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഇളം ചൂടുള്ള വെള്ളമായാലും ശരി. തിളപ്പിച്ച വെള്ളം ഒന്ന് തണുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ കാന്താരി ഒന്ന് തിളയ്ക്കണം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവൊന്ന് ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം അതിൽ കിടന്ന് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ തിളച്ച് വരണം. അപ്പോൾ ആ കാന്താരി ബാക്കി എന്തെങ്കിലും വേകാനുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നല്ല പോലെ മിക്സായി വരും, എല്ലാ ടേസ്റ്റും കൂടെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, പക്ഷേ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലൊഴിച്ച വെള്ളമെല്ലാം നല്ല പോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. അപ്പോൾ വിനീഗർ ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിനീഗർ ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അധികം എരിവൊന്നുമില്ല, കാണുമ്പോൾ വളരെ എരിവായിട്ട് തോന്നും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.